வணக்கம் மக்களே, வெல்கம் டு சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட பூஷா வந்திருக்காங்க. ஹாய் வணக்கம். ஃப்ரெண்ட்ஸ். ஓகே, எல்லாம் பார்ட் 1 and 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 3 போயிடலாம். പിന്നെന്താ കൺഫ്യൂഷൻ? ഇവരെ വീണ്ടും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പരാതിയായിട്ട് വന്നാണ് സാർ. ഓ വിളിപ്പിക്കാട്ടോ. ஓ, அஞ்சலி இப்படிதான் மாதிரி இதாக இருக்காங்க போல. ഇപ്പൊ വിളിക്കേ എന്താ സംഭവം? സാർ അത് വിട്ടോടി. எனக்கு என்னமோ ஒரு கெட்டவர் மாதிரி தெரியலப்பா. அப்படி காட்டுறாங்கன்னு தோணுது நம்மளுக்கு. தெரியலையே. குழந்தைங்கள்ட்ட இப்படி நடந்துக்கிறவங்க பெரியவங்கள்ட்ட இப்படி നടந்துக்கிறான்னு നம்ப முடியல. എൻ്റെ സാറേ, ഇന്നലെ രാത്രിയിൽ ഇവിടെ ഭർത്താവ് വീട്ടിൽ വന്ന് ഇറങ്ങി പോടിയെന്നും പറഞ്ഞ് ഈ പാവത്തിനെ ഇറക്കി വിട്ടു. ഈ പാവ എവിടെ പോകാനാണ്? പിശാചു ബാധയായെന്നെല്ലാം പറഞ്ഞ ദിവസവും അതേ പിടിച്ചിട്ട് ഉപദ്രവിക്കും. മടുത്ത് സാറേ, ഞങ്ങളൊന്നും ഇവിടെ പരാതിയായിട്ട് വരാനേ സമയമുള്ളൂ. അങ്കൻവാടി നമുക്ക് ശരിയാക്കാം. അങ്കമാലി സാറേ ആ മനോനെ വിളിച്ച് അവന് പുറത്തു പോയി. ആ ഗോപനെ വിളിച്ചിട്ടേ പെട്ടെന്ന് ഇവിടെ വീട് വരുന്ന പോയി നോക്കി തരാൻ പറ. ഡൊമസ്റ്റിക് വയലൻസ് കേസ്. ഗോവനോടെ കണ്ടില്ല, ഞാൻ മക്കളാ. ശരി. யாருமே அனுப்புறதுக்கு பயப்படுறாங்க. 8 വർഷമായി മോളെ കല്യാണം കഴിഞ്ഞിട്ട്. ചർച്ചുകാർ നടത്തി കൊടുത്ത കല്യാണ. ഈ അസുഖത്തിന്റെ കാര്യം മറച്ചു വെച്ചാ കല്യാണം നടത്തിയത്. ഇന്നിപ്പോ എന്താ പ്രശ്നം? അംഗൻവാടിയിലെ ജോലി കൊണ്ടാ ജീവിച്ചു പോകുന്നത്. 2 ആഴ്ചയായി സാറേ അംഗൻവാടി പൂട്ടിയിട്ടിട്ട്. എന്നിട്ട് സാറേ ഒന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, അതിന് കിടക്കാനൊരു പായ കൊടുത്താൽ മതി, അതെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളും. கஷ்டமான லைஃப். ചോദിക്കാനും പറയാനും ആരുമില്ല അല്ലേ? கேட்கறதுக்கு யாரும் இல்ல. என்ன நடக்குது? ப்ரே பண்றாங்களா? ஜெபம் பண்றோம். இவர் தான் ஹஸ்பண்டா? தெரியல. தர்மடி உள்ள போகுது. എന്താ സാർ? എന്താ പരിപാടി? പ്രാർത്ഥനയാണ് സാർ. ഈ നട്ടു വെച്ചിക്കോ? എന്താ നിന്റെ പേര്? ബ്രദർ സാംസൺ ജോസ്. ഏത് ആരും ഒരു പരാതി കണ്ടാ ഞാനിവിടെ വന്നത്. നീ നിന്നോട് തല്ലേ? നീ എന്തിനാണ് അവളെ തല്ലേ? പറ്റിപ്പോയി സാർ. മാലിനി, പട്ടി പോയിച്ചാ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത മാപ്പ് ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇന്നലെ എൻ്റെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു പോയാണ് സാർ. സത്യമായിട്ട് ഇനി ഉണ്ടാകത്തില്ല. മാപ്പ് മാലിനി, ഇനി ഒന്നും ഉണ്ടാകത്തില്ല സാർ. ദൈവനാമത്തിൽ മാപ്പ് സാർ. സാറിനോട് വരുത്തിയതില്ല. സോറി സാർ. നീ വന്ന് ஒரு சின்ன வயசுல டொமஸ்டிக் வயலன்ஸ் பார்த்து வளர்ந்தவர். இதெல்லாம் அக்செப்ட் பண்ணிக்க மாட்டார். നിന്നെ കണ്ടറിയാം നീ ഭൂലോക വിളച്ചിലാണ്. ഇനി അവളുടെ മേത്തെങ്ങാനും കൈവച്ച് പിടിച്ചിട്ട് പൊണ്ട ഞാൻ വാച്ചും. മനസ്സിലായടാ? മനസ്സിലായി സാർ. മനസ്സിലായോ? മനസ്സിലായി. മനസ്സില നിയമം പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. ബ്രദർ, ഞാൻ പോയിക്കോട്ടെ. നീ പ്രയർ ഉണ്ടോ? ഡാ പോടാ. ഇനി Okay, എനിക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ട്. വിളിച്ചാൽ മതി കേട്ടോ. ആ ഫോണിൽ തന്നെ ஃபோன் நம்பர். இவரு போனுக்கு போன் பண்ணிக்க போறாரு. ഇതാ എൻ്റെ നമ്പർ, വിളിച്ചാൽ മതി. இஷ்டமா இருக்காரு. ഓ எனக்கு நல்லவர் மாதிரி தெரியுது, கெட்டவர் மாதிரி தெரியுதுண்ணா. குழந்தைங்கள்ட்ட அவ்வளவு பாசமா அவ்வளவு நல்லதா நடந்துக்கிறாருன்னா பெரியவங்கள்ட்ட இப்படி நடக்க சான்ஸே இல்லப்பா. എവിടെയാ സാറേ പ്രശ്നങ്ങളില്ലാത്ത? എന്നെ തന്നെ നോക്ക്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ സജി വെറും കൂറുക. അതിനാൽ എല്ലാ മൊബൈലും സന്തോഷമെല്ലാം തിരച്ചിൽ അവസാനിപ്പിച്ച് മറ്റ് തൊഴിലുകൾക്ക് വേണ്ടിയിട്ട് പോകാൻ തയ്യാറത അറിയിക്കുന്നുണ്ട്. സ്റ്റേഷൻ മൊബൈൽ കൺട്രോൾ. ഹലോ 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 പെട്ടെന്നിരിക്കും. இந்த பொண்ணு அடிக்கிறானோ? இந்த ஜெபம் பண்றவன் சப்போஸ். இப்போ ஃபோன் வந்துருச்சா? அதான் ரத்தம். சைக்கோப்பாவன். വാ വാ സാറേ, വാ വാ സാറേ, വാ. என்னப்பா சைக்கோ?
ஹெல்ப் பண்ணுங்க டேய் போலீஸ். என்ன பண்றான்? கடிக்கிறானா? ஓடு. அவ்வளவுதான். இவனுங்களே என்ன பண்ணிட்டு இருக்காங்க? சைக்கோ பாவன், ஒன்னா நம்பர் சைக்கோ சாமி. பாரு நாக்க பாரு. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നോക്കും വേണ്ട. 2 ஓட்டு கூட்டு போயிருக்கணும். எங்கன்னா அதுக்கே மனசு அது ஒரு ஷாக்கிங் மொமெண்ட் தானே நமக்கு. போலீஸ் எல்லாம் ரொம்ப நார்மல்ப்பா. நிறைய பார்த்துருப்பாங்க. ரொமான்டிக்கா தான் இருக்கு. 8 வருஷமா இப்ப என்னென்ன கொடுமையெல்லாம் அனுபவிச்சிருப்பா. എന്തൊന്നും കഴിക്കാതെ கையில் அடிபட்டுருக்கு, எப்படி சாப்பிட்றது? അത് പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എടുത്ത് കഴിക്കും. അവിടെ മാലിനി രാവിലെ ഡിസ്ചാർജ് ആയതാണേ കേട്ടോ. டிஸ்சார்ஜ் ஆனதுக்கப்புறம் இவ எங்க போவா? தான் എവിടെയും പോകാനുണ്ടോ? கூட்டிட்டு வந்துட்டு லைஃப் ரொம்ப இங்கே சிம்பிளாக இருக்க மாதிரி இருக்கு, ஆனால் ரொம்ப காம்ப்ளிகேட்டடாக ஒரு டிஃப்ரெண்ட் லைஃப் ஸ்டைல். வா. அந்த கூட இந்த பாட்டிக்கு போனாங்க, அவங்க அந்த ட்ரஸ்ட் அந்த இதுல இருப்பாங்க. ബാക്കിയെല്ലാം പൊടി പിടിച്ച് കിടക്കുക. எத்தனை பொறாட்டி பட் பின்னாடியே எத்தனை எல்லா காலி ட்ராஃபி மாரி வச்சிருக்கு. குடிச்சிட்டு அப்படியே வச்சுட்டு കയറി വാ. എന്തിനാടി പൂങ്കൊടിയെ இப்பதான் தலை தூக்கி பார்க்குறாங்க. മാറി നീ കരയണത് എപ്പ വരും പൊന്നും പൊടിയേ வரும்போது എന്തിനാടി அப்படியா? പൂങ്കൊടിയെ அவர் தானே புல்லட் வச்சிருக்காரு. മാറി നീ കരയണത് ஒல்லியா இருக்கிற மாதிரி இருக்குல்ல. എപ്പ വരും പൊന്നും പൊടിയേ இல்ல பிரமோத் இல்ல, வேற யாரோ. எல்லாம் சல்லி பசங்க கூட தான் சுத்திட்டு இருக்காரு இவரு. பயம் இருக்கும் தான். கண்டிப்பா കല്ലു വെച്ച മൂക്കുത്തിയും അപ്പനിപ്പം പൊന്നും പൊടിയേ இவரோட இன்டென்ஷன் எனக்கு புரிஞ்சுக்க முடியல. എന്തിനാടി ம். പൂങ്കൊടിയേ കാറി നീ കരയണത് എപ്പ വരും പൊന്നും പൊടിയേ നീ നിർത്താടാ, രാവിലെ കുറെ പണിയുണ്ട്. നേരത്തെ കിടന്ന് ഉറങ്ങണം. அதான் புரியுது, அந்த பொண்ணு பயப்படுது, எல்லாம் வெளியே போக சொல்லலாம். പിന്നെ ഓക്കെ ശരി ശരി. ആ இப்பதான் தெரியும் இவர் நல்லவரா கெட்டவரா. കഴിച്ചിട്ട് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതൊക്കെ പറഞ്ഞൊന്നും കാര്യമില്ല. இவர் நல்லவர் தான் நினைச்சேன், தெரியல எனக்கு இப்போ வரைக்குமே நல்லா இது பண்ண முடியல. கெஸ் பண்ண முடியல. ம்ஹும். அவளுக்கு போயிட்டு வரேன்னு நினைக்கிறேன். பட் உடனே அவர் approach- நினைச்சேன். இல்ல அவர் உடனே அப்ரோச் பண்ணாரு. அவளுக்கு விருப்பம் இல்லைன்னு இல்ல விட்டுட்டா. அது ஓகே, பட் the way he did it, இப்போ கெட்டவர் மாதிரி தான் தெரியுது இப்போ. போயிட்டாலாம். இல்ல குவார்டர்ஸ் இந்த மாதிரி தான் இருக்கும் இல்ல. நான் வந்திருக்கேன், நான் அந்த ஏரியால வந்திருக்கேன். அங்க கவர்மெண்ட் ஹாஸ்பிட்டல் குவார்டர்ஸ் இந்த மாதிரி தான் இருக்கும். ம் 2 பேரும் புல்லட் வச்சிருக்காங்களா? தெரியலையே. ആ സാറേ, നീ ആ പെണ്ണെ ആശുപത്രിയിൽ നിന്ന് വിളിച്ചോണ്ട് പോയി പറഞ്ഞു കേട്ടു. എടാ അവൾക്ക് പോകാൻ ഒരു സ്ഥലമില്ലാത്തോണ്ട് ഹെൽപ്പ് ചെയ്തതാ. നിന്റെ പേരപ്പത്തിരി കൂടുന്നുണ്ട്. അവരിപ്പോ എവിടെ? ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രാവിലെ നോക്കിയപ്പോൾ അവളെ കാണാനില്ല. എടാ വിനോദ്, ഇത് പെണ്ണ് കേസാ. നീ സ്ഥിരം ഡീലർ കൊടുത്ത പെണ്ണെന്നല്ല അവള്. ഒരുപാട് പ്രശ്നം കൊണ്ടവർക്ക്. നീ അവള് പോയി കടുങ്കൈ ചെയ്താ നീ പെടും. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഞാൻ കാണത്തില്ലേ.
എവിടെയാ പോയി അന്വേഷിച്ചു? ராயல் என்ஃபீல்டு கேஷுவலாக கிக் ரெடியாக இருப்பா. ஆள் சைஸுக்கு ஹைட்டு வெயிட்டு அந்த ஆன்ட்டியை பார்க்க போயிருக்கோம். അങ്ങനെ പറഞ്ഞതാ പള്ളിക്കാർ പറയുന്നിടത്ത് പോയി കിടക്കാൻ. എനിക്ക് ശല്യത്തിനായിട്ട് ഒരു തന്തയും തള്ള ഉണ്ടാക്കി ഇവിടെ വെച്ചേക്കുന്നു. എന്നെ കൊണ്ട് പറ്റത്തില്ല നിങ്ങളെ നോക്കി. അമ്മച്ചില്ലേ? இந்த ஆ எப்படி வெள்ளை கலர் போட்டுட்டு அழுக்கே பண்ணாம ഞാൻ ഈ இருக்காங்க. വഴിക്ക് ചുമ്മാ പോയപ്പോ അങ്ങോട്ട് കയറിയതാ. கஷ்டம்தான். സാർ ആ കൊച്ചിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയത് നന്നായി. കുറേ നാളുകൾക്ക് ശേഷം ആ കൊച്ച് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കാണൂ എൻ്റെ സാറേ. ഇനി ആരും അതിനെ ഉപദ്രവിക്കില്ലല്ലോ. ദൈവം സാറിനെ അനുഗ്രഹിക്കും. அது உபயோகிக்கிறதே வருதாம்பா. ശരി എന്നാ. ஓ திறந்துருக்கு. எது திறந்துருக்கு? ஒரு பழைய ஸ்கூல் மாதிரி இருக்கு. யூஸ்வலாக பூட்டி இருக்கும் போல. இப்போ திறந்துருக்கு. அதனால சஸ்பெக்டாக நிற்கிறாரு. ம்ஹும். இவ ஸ்கூல் நடத்துறது தான். ஓகே ஓகே. இந்த டீச்சரா தான் இருக்கா. ஆமாம், அங்கன்வாடியில் ம். 2 வாரமாக பூட்டி இருக்குன்னாங்க. ம். உட்கார்றது இல்ல. சாக் பீஸ் ஸ்லேட் பென்சில் தானே அது. நான் அதெல்லாம் சின்ன வயசில் சாப்பிடுவேன். நானும் சாப்பிடு. அழகா இருக்கும். പറ്റിപ്പോയി. ഞാനീ എവിടെയും പോകാണ്ട. ഞാൻ കൊണ്ടുവന്നാക്കാം. தெரிஞ்சிட்டாருன்னு நினைக்கிறேன். இவளுக்கு விருப்பம் இல்லைன்னு சொல்லி தொடாம போனார்ல, அதுவே ஒரு நல்ல ஒரு கேரக்டர் தான். ஆனா இது எப்படி போகுதுன்னு தெரியல. எனக்குமே புரியும். டோட்டலா எல்லாம் பிச்சு 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 இருக்கு. പോകാനല്ലേ എൻ്റെ കൂടെ പോരെ. എനിക്കിനൊന്നും ഉണ്ടാവില്ല. വാക്കാം. ம். டீ எல்லாம் போட்டு தராரு. கட்டிங் போகிறது டீ போடுறது. இப்பதான் சாப்பிட்றான். பரோட்டா பீஃப் கறி. എൻ്റെ അടുപ്പത്തിൽ ഉണ്ടാക്കിയതാ. കുടിച്ചു നോക്കിയേ. இவங்க ஏன் ஒயிட் சாரி போட்டிருக்காங்க? கிறிஸ்டின் அப்படியா? ஆ. ஓகே. சர்ச்சு அப்படி இப்படின்னு வரும்போது அப்படிதான். இல்லை எனக்கு தெரியாது இது. ஆமா, அவங்க இயரிங்ஸ் போட மாட்டாங்க. நோ ஆர்னமெண்ட்ஸ், ஒன்லி ஒயிட் சாரி. அது ப்ரேயர் போகும்போது கலர் சாரியும் போடுவாங்க. ஓகே ஓகே. அவ அக்செப்ட் பண்ணிக்கிட்டான்னு நினைக்கிறேன். வீடெல்லாம் க்ளீன் பண்ணிட்டு ஸ்மைல் ஸ்மைல் பண்றாரு. ட்ரெஸ் வாங்கிட்டு கலர் ட்ரெஸ் வாங்கிட்டு வந்திருக்காருன்னு நினைக்கிறேன். സാരിയാ. ഈ വെള്ളയൊക്കെ ഒന്ന് മാറ്റി പിടിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ മതില്ല. ആ പിന്നെ ഈ അംഗൻവാടിയിലെ ജോലിയില്ലേ, അതിന് പോക്കോ. ഒരു ഓട്ടോറിക്ഷ കൊടുത്ത് അറേഞ്ച് ചെയ്യാം. ഒരുത്തിനൊന്നും ചെയ്യില്ല. நைஸ். இப்போ ஒரு மாதிரி நல்லா இருக்குல்ல. இவர் வந்து எனக்கு ஒரு பியர்ட் ஃபீலிங் தராருப்பா அவரு. ஆனா லவ் பண்றாருண்ணா. ஆஹா. பண்றாரா? கேஷுவலா தூக்கிட்டு வராரு. குட் பாய். அங்கன்வாடி. அப்படியே ஃபோன் கால்ல அப்படி பேசினாரு. புதுசா பிடிச்சா இருக்கிறத விட வேண்டியதான் சம்திங் ஏதோ பேசினாரு. அதான் இந்த படத்துல வந்து எதுவுமே ஜட்ஜ் பண்ண முடியலப்பா. ஆப்போசிட்டா இருக்கு. குழந்தைங்களுக்கு பார்லேஜி பிஸ்கெட் வாங்கிட்டு வர்றாரு. சரியான ஹைட் பவர். தூக்கி போட்டு அவ்வளோதான். இனி அந்த லைஃப் வேணாம். வீட்டுக்கு திங்ஸ் வாங்குறாரா? வெரி குட். ஃபேமிலி ஆயிட்டாங்க. ஏரியா செம்மையா இருக்குப்பா.
நீங்க எங்க ஊருக்கு வந்தது இல்லல்ல? ஐ மீன் ஏரியா சுற்றி பார்த்துருக்கேன், பட் வாழ்ந்தது இல்லைங்க. 1 or 2 days ஸ்டே பண்ணியிருக்கேன். இந்த ஸ்வீட் நல்லா இருக்கும்ண்ணா. கொல்கட்டை மாதிரி இருக்கு. கொல்கட்டை தானே? இது இலை அடைன்னு சொல்லுவாங்க, நல்லா இருக்கும். അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം പ്രകൃതിക്കൊരു നിയമമുണ്ട്, വളരുക. ഇപ്പോൾ മരമായാലും இது நம்ம എല്ലാം സെയിമാണ്. பிரமோத். നമ്മുടെ എല്ലാം വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. ഞങ്ങൾ പോലീസുകാർ കേസുകൾ സ്റ്റഡി ചെയ്യുമ്പോൾ പല കുറ്റവാളികളുടെയും കുട്ടിക്കാലമാണ് അവരുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മെയിൻ ഫാക്ടർ. അതിന് പല കാരണങ്ങളുണ്ടാവും. മാതാപിതാക്കളുടെ അശ്രദ്ധ, സൊസൈറ്റിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻസൾട്ടുകൾ, അങ്ങനെ പലതും. അതിനെല്ലാം തരണം ചെയ്തവരുണ്ട്, തരണം ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ടീച്ചറിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എൻ്റെ അംഗൻവാടി ടീച്ചറിന്റെ പേര് എനിക്ക് നല്ല ഓർമ്മയാണ്. ലതിക ടീച്ചർ എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ്. ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ ജീവിച്ച് നടന്നു പോയവരുണ്ട്, ജീവിച്ച് രക്ഷപ്പെട്ടവരുമുണ്ട്. അല്ലേ? വാ, ക്ലാസ്സൊക്കെ മതി, വാ പോയേക്കാം. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നു? വന്നേ. ആ സാറേ, സാറ് എനിക്കിട്ടുണ്ടായിരുന്ന ട്രാൻസ്ഫർ ഉണ്ടല്ലോ, അത് ഞാനങ്ങ് ഡീൽ ചെയ്തു. ഒരിടത്തും പോകണില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. വാ. பிரமோத் வந்து பாசமா தான் இருக்காருன்னு நினைக்கிறேன். விட்டு கொடுத்து போறாரு. അവരാണ് ക്ലാസ് എടുക്കണേന്ന് പറഞ്ഞപ്പോൾ നിനക്ക് നിർത്തി പോരാറുന്നില്ലേ? ഞാൻ എല്ലാ കാര്യം പറഞ്ഞിട്ടുള്ളതല്ലേ. ஓ, இங்கதான் இஷ்யூ இருக்கும் போல. இவர் வந்து வைஃபாவே கன்சிடர் பண்ணிக்கிட்டாருன்னு நினைக்கிறேன். குட் பி. எல்லாமே சொல்லியிருக்காருல்ல. പാൽ ஆம்லேட்டா? ഒരെണ്ണമാണെങ്കിൽ അടിച്ചോ, ആരും അറിയൊന്നുമില്ല. എനിക്കൊരു കമ്പനിയാവും, താങ്കൾക്കൊരു ഉപകാരവും. யாரையுமே வீட்டுக்கு குறை சொல்றது இல்லல்ல. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കില്ല. കള്ളുകൂടിയിൽ നിർബന്ധിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ കുടിയന്മാരുടെ ഒരു പോളിസി. അതെ, കുടിയന്മാരുടെ പോളിസി. ഇപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ എന്നെ കാണുമ്പോൾ ഒരു ചിരിയാ, ഒരു ചമ്മി ചിരി. ഇവിടെ വരുന്ന പെണ്ണുങ്ങളൊന്നും ഒരു ദിവസത്തിൽ കൂടെ നിൽക്കാറില്ല. താനാ എത്രയും ദിവസം ഇവിടെ നിന്നത്? ഇതിൽ ഒരു പെരുമ വേറെ. അപ്പൊ പൊരിക്കാൻ ചുറ്റിട്ട് ഞാൻ നിർത്താറുമില്ല. എനിക്ക് ഒരാളെയും വിശ്വാസമില്ല. എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. മുഴുവൻ അഴുക്കാ ഞാൻ. പ്രസന്റ് വണ്ടി നിർത്ത്. സ്റ്റண்ட் பண்ண போறான்னு நினைக்கிறேன். ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പ്രതികളെ പിടികൂടാത്തത് ഗുരുതര വീഴ്ചയല്ലേ? അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതലൊന്നും പറയാൻ കഴിയില്ല. ഒരു പോലീസുകാരൻ മരിച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും നിഗമനത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? ഞാൻ പറഞ്ഞല്ലോ, ഓഫീസേഴ്സ് എല്ലാം ഇവിടെ തന്നെയുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയില്ല. പക്ഷേ ഇതിനൊരു തീരുമാനമാകും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്. நல்ல கரெக்டான பாலிட்டிஷியன். நல்ல பாலிட்டிஷியன் சொல்ல மாட்டேன், பாலிட்டிஷியன். என்னன்னா இது கூட சால்வ் பண்ண முடியலன்னா இனி என்ன பண்ண முடியும்ல? அப்படி சொல்ல முடியாதுப்பா. இது கேஸ் குட் பி காம்ப்ளெக்ஸ். இப்போ ஒரு ஒரு போலீஸ் ஸ்டேஷனுக்குள்ள நடந்த ஒரு இஷ்யூ பப்ளிக்கா நடக்கல. കറക്റ്റ് தான். ബട്ട് യാരും കറക്റ്റാണ് ആൾ പിടിക്കുമ്പോൾ തപ്പാ പെണ്ണു കൂടല്ലോ. കുട്ടികളൊക്കെ വീട്ടിലുള്ളതാണ്. ഞങ്ങളെ എന്തുകൊണ്ട് വീട്ടിൽ വിടുന്നില്ല? ഞങ്ങളെ വീട്ടിലൊന്നും വിടണം. ഇവര് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തല്ലേ? ഇത് എന്തിനാ ഇവർ എത്ര ഹോൾഡ് അതാണ്. ചെയ്തിരിക്കുന്നത്? ഒരു വീടുകളിലേക്ക് എത്തിക്കണം. പോട്ടമ്മേ. പൊളിറ്റീഷ്യൻസ്. വിനോദിന്റെ ഭാര്യ അവര് കുറച്ചു മുമ്പാണ് വീട്ടിലേക്ക് പോയത് മാം. എന്തായി കാര്യങ്ങള്? ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് മാം. എനിക്ക് CM-ന്റെ ഭാഗത്ത് നല്ല പ്രഷർ ഉണ്ട്. ഇപ്പൊ തന്നെ 4-5 മണിക്കൂറല്ലേ നിങ്ങൾ ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുക? മാം, ഓട്ടോപ്സി റിസൾട്ട് വരാതെ ഫർദർ പ്രൊസീഡിങ്സ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കണ്ടല്ലോ പുറത്ത് നിൽക്കുന്ന പത്രക്കാരോട് ഞാൻ പറഞ്ഞത്. ഇതിനൊരു തീരുമാനമാവും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം. நான் வீட்டுக்கு போகாம இருக்க முடியுமா? சீக்கிரம் முடியும். ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 റൗണ്ടുകളും ശരീരത്തിന്റെ ഈ ഭാഗത്തൂടെ തുളഞ്ഞു കയറിയിരിക്കണേ. ആദ്യത്തെ റൗണ്ട് യൂണിഫോമിന്റെ വിസിലിൽ തട്ടി നെഞ്ച് തുളച്ചു കയറി മുതുകു വഴി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് വാരിയലിൽ തട്ടി ഫ്രാക്ചർ ആയിട്ടുണ്ട്. മൂന്നാമത്തതാണ് ഹാർട്ടിൽ തുളഞ്ഞു കയറിയിരിക്കുന്നത്. അതാണ് മരണകാരണവും. പോയിന്റ് ബ്ലാങ്ക്. പൗഡർ പാർട്ടിക്കിൾസും ബേണിങ്ങും വൂണ്ട് ട്രാക്കിന്റെ ഉള്ളിലാണ് കാണുന്നത്. സോ പോയിന്റ് ബ്ലാങ്ക് ആണെന്നുള്ളത് കൺഫേം ചെയ്യാം. അതന്നെ பாயிண்ட் பிளாங்க்னா அப்படி லிட்டரலா க்ளோஸா வச்சு சொல்றது. டிஸ்டன்ஸ் கூட கிடையாது, பக்கத்திலே சொல்றாங்க. തോമസേ, പ്രമോദ, മരിച്ച SI വിനോദിന്റെ 2 ആഴ്ചത്തെ കോൾ ഡീറ്റെയിൽസ് ഒന്ന് വേണം. സർ,
കുറച്ചു മുമ്പ് ഡെൽറ്റ 2 വിളിച്ചിരുന്നു. അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്നും ആര് ചോദിച്ചാലും കോൾ ഡീറ്റെയിൽസ് എടുത്തു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സാർ പേഴ്സണലായിട്ട് പറയുകയാണ്, സാറിൻ്റെ കോൾ ഡീറ്റെയിൽസും എടുത്തു കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സസ്പെക്ട് what do you think? இவர் இன்வால்வ் நினைக்கிறியா? பொண்ணு விஷயத்துல தான் தோணுது. தெரியல, என்னால கெஸ் பண்ண முடியல. ஸ்டோரி எங்கெங்கேயும் எடுத்துட்டு போயிட்டாங்க. இவரோட ஒய்ஃப் மும்பைல. ஆனா எல்லாமே கனெக்ட் ஆகுது. கோர்வையா இருக்கு, ஆனா நமக்கு கன்க்ளூட் பண்ண முடியல. അന്വേഷിച്ചു. അയാൾ മെന്റൽ ഹോസ്പിറ്റലിലാണ്. ഇടയ്ക്കൊന്ന് പുറത്തിയാടിയായിരുന്നു. വീണ്ടും അകത്തായി. കൺഫേം ചെയ്തു. ഡയറക്റ്റാ കൺഫേം பண்றாருன்னு நினைக்கிறேன். എടാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ എന്താണ് സസ്പെക്ട്? ഈ കേസിൽ മാഡത്തിന് എന്നെ സംശയമുണ്ടോ? പ്രമോദ് എന്താ അങ്ങനെ ചോദിച്ചേ? സൈബർ സെല്ലിൽ വിനോദിൻ്റെ കോൾ ലിസ്റ്റ് ചോദിച്ചപ്പോൾ എനിക്ക് കൊടുക്കരുതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. എൻ്റെ ഫോൺ ട്രേസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആര് പറഞ്ഞു? മാറ്റി വിട്ടാര്. മാം, നമ്മൾ ഈ സംശയിക്കുന്ന CPO ബിനീഷ് സംഭവം നടന്ന ഉടനെ തന്നെ വിവരങ്ങളെല്ലാം പ്രമോദിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാൾ 5-6 കൊല്ലം പ്രമോദിന്റെ ഡ്രൈവറായിരുന്നു. അതുകൊണ്ട് ഈ കേസിൽ എന്നെ പ്രതിയാക്കാമെന്നോ? ഇനി ബിനീഷാണ് ഈ കുറ്റം ചെയ്തതെങ്കിൽ എന്നെ കൂട്ടുപ്രതിയാക്കി വിനോദിനെ കൊല്ലാൻ മാത്രം വൈരാഗ്യമുള്ളതായിട്ട് കോടതി തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇവിടെ എല്ലാവർക്കും അറിയാലോ. നിനക്ക് എന്ത് പ്രശ്നം അറിയാടാ? നീ എന്താ ഉദ്ദേശിച്ചത്? ഞാനും വിനോദും തമ്മിലുള്ള പ്രശ്നമോ? മരിച്ചത് എൻ്റെ കൂടപ്പുറപ്പാണ്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. എനിക്ക് പറയണം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. ഈ കേസ് അന്വേഷണത്തിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം പ്ലീസ്. യു ക്യാൻ ജോയിൻ. താങ്ക് യു. எனக்கு இப்போதான் சந்தேகமா இருக்கு மாதிரி இருக்கு. ஏன், எந்த விஷயத்துல? யூஸ்வலா ஒரு மர்டர் நடந்திருக்கு அப்படின்னா மர்டரர் இன்வெஸ்டிகேஷனுக்கு க்ளோஸா இருக்கணும்னு நினைப்பாங்க, ഹെൽപ്പ് பண்ணுவாங்க. കാര്യങ്ങൾ കൃത്യമായിട്ട് പറ. അപ്പം എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞല്ലേ സാറേ, ഞാൻ ആ സമയത്ത് പാറാവിലായിരുന്നു. നാളെ വിളിച്ചാൽ മതി. പോൾ സാറേ, സെറ്റ് ഒന്ന് മാറ്റി തേക്കണേ. செட்டு தான் பார்க்க சொல்லிட்டு போயிருக்காரு. கன் இருக்கு, സാർ 2 മിനിറ്റ് ഒന്ന് നോക്കിയേക്കണേ. கண்ணை பார்க்க சொல்லிட்டாரு. கன்னு பார்க்க சொன்னதே வினோத தான். ஆமா, அப்ப அவரே அவர் சுட்டுட்டு அப்படி யாரும் சுட மாட்டாங்கப்பா. அப்படி சுடும் வேணாம், சொல்றவங்க இப்படி சுட்டு போயிடுவாங்க. இவரு தான் பெல்ட் போடாம வந்தாரு. ஆனா இவரு பாத்ரூம் போனாரு. எத்தனை பாத்ரூம் இருக்கு? സന്ദീപ് സാർ. സന്ദീപ് സാർ, வெளியே ஸ்மோக்கிங் ஏரியால வெளியே ஒரு பாத்ரூம் இருந்தது. அங்கதானே ஒருத்தவன்னா ഈ സമയത്ത് എവിടെ ആയിരുന്നു? ഞാൻ ബാത്റൂമിലായിരുന്നു സാറേ. ഇവരും ബാത്റൂമിലായിരുന്നല്ലോടാ. നിങ്ങൾ ഒരുമിച്ച് ബാത്റൂമിലായിരുന്നു? സാറേ ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയ സാറേ. ഞാൻ ലേഡീസ് ബാത്റൂമിലായിരുന്നു. இந்த ட்விஸ்ட் எதிர்பார்க்கல. ഇല്ലാരെ ഇവിടുന്ന് പുറത്തുനിന്ന് எல்லா പോലീസും സമയത്ത് വന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? നിനക്കറിയില്ലേ? ഉണ്ടായിരുന്നില്ലയോ? ഉണ്ടായിരുന്നോ ഇല്ലയോ? സാർ ഉപദ്രവിക്കരുത്, എനിക്ക് ഭർത്താവും കൊച്ചുമൊക്കെ ഉള്ളതാ. പ്ലീസ്. அவ்வளவுதான், இது கன்ஃபார்ம். அவங்க 2 பேரும் லேடிஸ் பாத்ரூம்ல ஒண்ணா இருந்திருக்காங்க. கேஷுவலா ஹஸ்பண்ட் பையன் இருக்குங்கிறது இதுல எனக்கு எந்த ஒரு பிரச்சனையும் வர வேணாம் அப்படின்னு. അതൊന്ന് ഓപ്പൺ ചെയ്യും. ശരി സാർ. மெஸ்ட் அப், எல்லாமே சிச்சுவேஷன் மெஸ்ட் அப்பா இருக்கு. ஆக்சுவலி இது எல்லாமே பிராக்டிகலா நடக்கக்கூடியது. ஆமா கரெக்ட் தான். இல்ல ഇവർ എന്ത് സ്റ്റെപ്പിലെയാ? ഇപ്പം എങ്ങനെയുണ്ട്? ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല സാർ. എന്നെ ഇന്ന് ഒഴിവാക്കണം. എനിക്കൊന്നും അറിയില്ല. இவங்க 3 பேர் தான் கன்ஃபார்ம் பண்ணதுக்கு காரணம் உள்ள இருந்ததுனால தான். பட் வேற யாரோ உள்ள இருக்க வாய்ப்பு இருக்கு. വേണ്ടത് அந்த ஆளுக்கானோ சஸ்பெக்டோட செருப்பு இருக்கு. சஸ்பெக்ட் அந்த கஞ்சா ஆளு தம்பி தர்மடி வாங்க போற ராஜா. തുറന്ന് சாரி கீழே கிடந்துச்சுன்னு சொன்னாங்க. அப்ப திரும்ப பூட்டி கீழே தூக்கி போட்டுருக்கலாம்ல. ഈ സംഭവം നടക്കുമ്പോൾ നീ എവിടെയായിരുന്നു? നീ എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയേ? ഈ കൊലക്കേസ് നിന്റെ തലനേം വെച്ച് വരും. ഇങ്ങോട്ടാണ് ഇറങ്ങിപ്പോയത്? പറടാ.
ஓகே, பார்ட் 3 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 4ல சந்திப்போம். நன்றி, வணக்கம்.